സിമ്പിൾ മലയാളി തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോയാണ്. ഇത് പക്ഷേ ഇപ്പോഴൊന്നും എടുത്തൊന്നുമല്ല, കഴിഞ്ഞ സമ്മറിൽ ഒരു 6-7 മാസം ആയിട്ടുണ്ടായിരിക്കും. അന്ന് പോയപ്പോൾ എടുത്തൊരു വീഡിയോയാണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് തന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളീ പോകുന്നത് ഗ്രേറ്റ് യാർമത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു ഫേമസ് ബീച്ചുണ്ട്. അപ്പോൾ ബീച്ച് കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആകുമ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്ത് പോകുമല്ലോ, ഓരോ സമ്മർ ട്രിപ്പ് പോലൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ പോയത് ഈ ബീച്ചിലോട്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫാമിലി ആയിട്ടുണ്ട്, ലിനിയും സ്റ്റെഫനോചാസനും. അപ്പോൾ ആദ്യം അവരെ നമ്മൾ ചെന്ന് പിക്ക് ചെയ്തിട്ട് അവിടുന്ന് വേണം നമുക്ക് ബീച്ചിലോട്ട് വരാൻ. അപ്പോൾ അവർ താമസിക്കുന്ന പീറ്റർബ്രോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇതിപ്പോൾ ബീച്ചിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ നമുക്ക് കാറൊന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ 2 സൈഡിൽ കാർ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലോങ് സ്റ്റേയിൽ പാർക്ക് ചെയ്യാം. ലോങ് സ്റ്റേ എന്ന് പറയുമ്പം പേ ആൻഡ് പാർക്കാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലോങ് സ്റ്റേ ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് വണ്ടി അവിടെ കിടക്കുമല്ലോ. അങ്ങനെ ലാസ്റ്റ് ലോങ് സ്റ്റേ കിട്ടി. ഈ ലോങ് സ്റ്റേ എന്ന് പറയുമ്പം 8 പൗണ്ട്സാണ് 3 മണിക്കൂറിന്. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് 3 മണിക്കൂർ അവരുടെ തന്നെ കാർ പാർക്കിങ്ങിൽ നമുക്ക് വണ്ടി ഇടാൻ പറ്റും. അതാണ് ലോങ് സ്റ്റേ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ ഒരു കാണുന്നത്. ആകാശമൊക്കെ നല്ല നീല ഇതിൽ കളറിൽ. അപ്പം 4 മണിക്ക് മഴ പെയ്യുന്ന വെതർ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ലൗഡി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ നടന്നു പോകാം, ഇല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് ഒരു റോഡ് ട്രെയിൻ ഉണ്ട്. ഒന്നെങ്കിൽ റോഡ് ട്രെയിനിന് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം. അപ്പോൾ റോഡ് ട്രെയിൻ എന്ന് പറയുമ്പം അഡൽട്സിന് 2 പൗണ്ട്സും കുഞ്ഞു പിള്ളേർക്ക് 1 പൗണ്ടുമാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ ഓരോ 20 മിനിറ്റ് കൂടുന്തോറും ഈ ട്രെയിൻ ഇങ്ങനെ വന്നും പോയി നിൽക്കും. നമ്മൾ വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പോകാം. ഈ ഒരു അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവിടും. അപ്പം നമ്മൾ വിചാരിക്കുന്ന കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട്. ബീച്ചിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നടക്കാമെന്ന് പറയുമ്പോൾ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നടക്കുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കണ്ട ഒരു ചെടിയും പൂവും കായും ഒക്കെ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇതൊരു ആങ്കർ ഷേപ്പിലാണ് ഇവർ പൂ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്തോറും ഓരോരോ ചെടികളുണ്ട്. അപ്പം നമ്മൾ നടന്നു വരുമ്പോൾ ആദ്യം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടപ്പം എന്താണെന്നറിയാനുള്ളൊരു ഇതിൽ ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാനുള്ളൊരു ചെറിയ ആക്സസ് ഉണ്ട്, ഒരു സ്റ്റെപ്പുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളവിടെ ഒത്തിരി നേരം നിന്നില്ല, കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. കാരണം നമുക്ക് സമയമില്ലല്ലോ, ഒരു 3 മണിക്കൂറേ കാർ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ മഴയും വരുന്നുണ്ടായിരുന്നു 4 മണിക്ക്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് ഈ അറ്റം തൊട്ട് അങ്ങേറ്റം വരെ നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങി വീണ്ടും നടക്കുമ്പോൾ അടുത്ത ഒരു ഷേപ്പിൽ വേറൊരു ഷേപ്പിൽ അവിടെ ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലിനിയും ലിനിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നടപ്പ് തുടങ്ങി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദ എംപയർ എന്ന് പറഞ്ഞിട്ട് ഇത് ഫേമസ് ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ. ഇതിനകത്ത് മെയിനായിട്ട് നടക്കുന്നത് ലൈവ് മ്യൂസിക്, ലൈവ് കിച്ചൺ, ലൈവ് ബാറ്, പിന്നെ ലൈവായിട്ടുള്ള DJ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് നൈറ്റിലാണ് ഒത്തിരി പ്രോഗ്രാംസൊക്കെ ഉള്ളത്, നൈറ്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ. ഇപ്പം കയറേണ്ടിയവർക്ക് പോവാം, ടിക്കറ്റ് ഉണ്ട് അതിനും. അതെത്രയാണെന്ന് എനിക്കറിയത്തില്ല. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷേ ഞങ്ങൾ അതിനകത്തൊന്നും കയറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ നടപ്പ് തുടങ്ങണമല്ലോ. അപ്പം ഞങ്ങളിവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ കുതിരവണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു സൗണ്ട് കേട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇതാ വരുന്നു കുതിര വണ്ടി. ഇതിൻ്റെ ഓണറാണോ ഈ പോകുന്നത് അതോ റൈഡായിട്ട് പോകുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമാണ്, കാലൊക്കെ ഇട്ട് അടിച്ചിങ്ങനെ പോകുന്ന കാണാൻ. അതിൻ്റെ വാലൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. നല്ലൊരു കാഴ്ചയായിരുന്നു ആ ഒരു കുതിരവണ്ടി ഇങ്ങനെ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഓരോരോ ഗെയിമിംഗ് ഏരിയകളാണ്. ഇതിൻ്റെ പേര് പൈറേറ്റ്സ് കവ് അഡ്വഞ്ചർ ഗോൾഫ് എന്നാണ്. അതായത് ഗോൾഫിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റപ്പാണ്.
അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇതിപ്പോൾ പൈറേറ്റ്സ് കവ് ആയതുകൊണ്ട് പൈറേറ്റ്സിന് 10 പൗണ്ട്സും ബക്കനീസായിട്ട് കയറുന്നവർക്ക് 8.5 പൗണ്ട്സുമാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ ഈ വർഷം കൂട്ടിയോ കുറച്ചോ ഒന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ പോയ സമയത്ത് ഈ ഒരു റേറ്റ് ആയിരുന്നു. ഇനി നമ്മൾ ക്രൂ ആയിട്ടാണ് കയറുന്നതെങ്കിൽ, അതായത് 4 പേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് കയറുന്നതെങ്കിൽ 35 പൗണ്ട്സാണ് റേറ്റ് വരുന്നത്. അപ്പം ഇതെല്ലാ വർഷവും സമ്മർ സീസണിൽ, അതായത് ഒരു മാർച്ച് തൊട്ട് ഒരു നവംബർ വരെ 7 ഡേയ്സ് ഓപ്പൺ ആണ്. ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ മിനിമം 1 മണിക്കൂറെങ്കിലും അതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ ഇത് 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ 4 മണി വരെയുള്ള അഡ്മിഷൻസേ അവരെടുക്കുന്നുള്ളൂ. പിന്നെ സ്കൂൾ സമ്മർ സീസണൊക്കെ ആണെങ്കിൽ രാത്രി 8 മണി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് മൊത്തത്തിൽ അറിയാവുന്നൊരു കാര്യം. ഈ ഗ്രേറ്റ് യർമത്ത് എന്ന് പറയുന്ന സ്ഥലം പണ്ട് ഒട്ടും ആൾതാമസമൊന്നും ഇല്ലാതെ വിജനമായിട്ട് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ വന്ന് അവരവരുടേതായ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഇവിടെ താമസം തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഇവിടെ ബിൽഡിങ്ങുകളും ഇൻഡസ്ട്രീസും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ വന്നത്. ഇപ്പം ഈ ഗ്രേറ്റ് യർമത്ത് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രീസിനും ഇപ്പം ഇലക്ട്രിക് ബൾബുകൾ, പിന്നെ പെട്രോളിയം, അങ്ങനെ പല കാര്യങ്ങളിൽ വളരെ ഫേമസ് ആയിട്ട് ഇപ്പം ഉള്ളൊരു സ്ഥലമാണ് ഈ ഗ്രേറ്റ് യർമത്ത്. 70 പേര് ചേർന്നാണ് ഈ ഒരു ഗ്രേറ്റ് യർമത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് താമസം തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളൊക്കെ ആയി ഒത്തിരി ആളുകൾ ഇതുപോലെ കാണാനും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ നടന്നു വരുന്ന വഴിക്കെല്ലാം നല്ല സീനറികളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും. അങ്ങനെ കുറേ സമയം അങ്ങ് പോവും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് മുന്നോട്ട് നടന്നു. അപ്പം ഞങ്ങൾ ഈ ശരിക്കും പോകുന്നത് അങ്ങേയറ്റത്ത് കാണുന്ന ബിഗ് വീലുണ്ടല്ലോ, ആ റൈഡിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അത് ഒത്തിരി അടുത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു തന്നെ വരാമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇത് നടന്നിട്ടും തീരുന്നില്ലായിരുന്നു. പിന്നെ ഒരു 4 മണിയായപ്പോൾ കറക്റ്റ് വെതർ കാണിച്ച പോലെ തന്നെ മഴ പെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ കണ്ട ബസ് സ്റ്റോപ്പിലൊക്കെ കുറച്ച് നേരം നിന്ന് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ നടന്നു തുടങ്ങിയത്. നമ്മൾ വിചാരിക്കും ഈ റൈഡിലൊക്കെ കയറാനോ അല്ലെങ്കിൽ ഗെയിമിനൊക്കെ കയറാൻ പറ്റിയെങ്കിൽ രസമുള്ളൂ ഇതുകൊണ്ടൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ നടന്ന് പോകുന്നത് തന്നെ ഒരു രസമാണ്. സൈഡ് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോകാൻ തന്നെ രസമാണ്. കുറേ ആൾക്കാരെ കാണാം, കുറേ ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പം നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുവാണെങ്കിൽ സൈഡിലൊക്കെ ഷോപ്പുകളുണ്ട്. അവിടുന്ന് ടീയോ കോഫിയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കണ്ട പോലെ ആ ചെയറിൽ പുറത്തിരുന്ന് നമുക്ക് കഴിക്കാം. പിന്നെ ഈ കാണുന്നത് ഒരു കാസ്റ്റവേ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മിനി ഗോൾഫ് സെറ്റപ്പ് തന്നെയാണ്. ഇപ്പം പൈറേറ്റ്സ് കവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഗെയിം സംഭവമാണ്. ഇപ്പം അവിടെ കയറേണ്ടവർക്ക് അവിടെ കയറാം, ഇവിടെ കയറേണ്ടവർക്ക് ഇവിടെ കയറാം. ഇനി എല്ലായിടത്തും കയറണം എന്നുള്ളവർക്ക് എല്ലായിടത്തും കയറാം. അങ്ങനെ ഒരു ഇതാണ്. നമ്മുടെ ലക്ഷ്യം ആ ഒരു ബിഗ് വീൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ ലക്ഷ്യം വെച്ച് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര നടന്നിട്ടും തീരാത്തത് കൊണ്ട് ഇങ്ങനെ 8:10 നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ വീഡിയോ ഇത് ഞാൻ അറിഞ്ഞില്ല, ലിനി എടുക്കുന്നുണ്ടായിരുന്നു. അവൾ പുറകിൽ നിന്ന് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലൊക്കെ മരിച്ചുപോയ ആൾക്കാരുടെ പേര് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരിവിടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്മാരകമൊക്കെ ഉണ്ടാക്കി വെക്കും. UK തന്നെ കുറേ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഈ ഗ്രേറ്റ് യർമത്തിൽ ഞാൻ അന്ന് പോയപ്പോൾ തന്നെ ഒരു 3 എണ്ണം എന്തോ കണ്ടു അടുത്തടുത്ത സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ അലങ്കരിച്ച് പൂക്കളൊക്കെ നട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു സ്മാരകം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ടെലിഫോൺ ബൂത്തും കാര്യങ്ങളൊക്കെ കുറവല്ലേ. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ടെലിഫോൺ ബൂത്തൊക്കെ ഉണ്ട്. നമ്മളൊക്കെ അതൊക്കെ ഇപ്പോൾ എല്ലാം മൊബൈലിലോട്ടൊക്കെ മാറി. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും അതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും നടന്നു വന്നപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരുന്നു ഇത്.
ദ ടീഷർട്ട് ഷാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊരു സ്റ്റോറാണ്. അതായത് നമ്മുടെ ബ്രോഡ്വേയിലെ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ ഉള്ള പോലെ തുണിയൊക്കെ വില കുറഞ്ഞതിന്, അതായത് കുറഞ്ഞ വിലയ്ക്ക് തുണികൾ വിൽക്കുന്നൊരു സ്ഥലം. അപ്പോൾ ഇതിപ്പോൾ മഴ വന്നപ്പോൾ അവർ കവറൊക്കെ ഇട്ട് ഒന്ന് മൂടിയെന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഉടുപ്പുകളായിരുന്നല്ലോ, കുട്ടികളുടെ ഉണ്ടായിരുന്നു, വലിയവരുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഈ ബിഗ് വീലിൻ്റെ അടുത്തെത്തി. പക്ഷേ നമുക്കതിനകത്ത് കയറാൻ പറ്റിയില്ല, കാരണം സമയം കഴിഞ്ഞത് പോയതുകൊണ്ട് അവർ കയറ്റിയില്ല ഞങ്ങളെ. അപ്പോൾ ഓൾറെഡി അത് റൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് എല്ലാം കണ്ടൊക്കെ നോക്കി നിന്നു. വേറെ ഇതുപോലെ സ്ലിംഗ് ഷോട്ടും ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നന്നായിട്ടൊരു ദിവസം എടുത്ത് വേണം പോകാൻ, അന്നെങ്കിൽ നമുക്കിതിനകത്തൊക്കെ ഒന്ന് കയറാൻ പറ്റത്തുള്ളൂ. തിരക്ക് പിടിച്ച് പോയിട്ടൊന്നും വന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അച്ചാച്ചൻ ചെന്നപ്പം ഒരു സമയമില്ലാഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. ഗുഡ് ലക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത പ്രാവശ്യം പോകുമ്പം നമുക്ക് കയറാം. പിന്നെ ഇത് സ്റ്റെഫിന ചാച്ചനും ലിനിയും അവിടെ ഭയങ്കര വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിരുന്നു. കാരണം നല്ല സീനറി ആണല്ലോ, അപ്പം നമ്മൾ എടുത്ത് പോകുമല്ലോ. അങ്ങനെ അവരവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതാണ് സ്ലിംഗ് ഷോട്ട്. ഇത് നല്ല പൊക്കമാട്ടോ. ഇതിൻ്റെ മണ്ടയിൽ, ഇതിൻ്റെ മുകളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആ സീ മൊത്തം, ആ ബീച്ച് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആ ബിഗ് വീലും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഫുൾ കാണാമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെയും ഞങ്ങൾ കയറി. ഇവിടെയും ഞങ്ങളെ സമയമില്ലാഞ്ഞുകൊണ്ട് അവർ കയറ്റിയില്ല. സീ ലൈഫ് എന്ന് പറഞ്ഞിട്ട്, ഇത് ഇപ്പോൾ എനിക്കൊന്ന് എറണാകുളത്തുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ്, മറ്റേ വലിയ അക്വേറിയം. നമുക്കതിനകത്ത് കയറിയാൽ, എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല, എറണാകുളത്തും ഉണ്ട് ഇപ്പോൾ അത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ, ഞങ്ങൾ കയറിയപ്പോൾ 4 മണി എങ്ങാണ്ട്, എത്ര മണിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 6 മണിയാണോ 4 മണിയാണോ. ഞങ്ങൾ ലാസ്റ്റ് ഷോ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. അപ്പോൾ അവർ പിന്നെ കയറ്റിയില്ല. അതുകൊണ്ട് അവിടെയും കയറാൻ പറ്റിയില്ല. പുറത്തു നിന്നിങ്ങനെ കണ്ടിട്ടിങ്ങനെ പോരുന്നു. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരിതുണ്ട്, ഈ ഞാൻ കാണിച്ചു തരാം. ഈ മീൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അതായത് ആ ടൈപ്പ് കീ ചെയിനുകൾ, തൊപ്പി, കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊക്കെ അവിടെ മേടിക്കാനും കിട്ടുമായിരുന്നു. ഞങ്ങൾക്ക് ഷോയോ കാണാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇതൊക്കെ ജസ്റ്റ് കാണാമെന്ന് പറഞ്ഞ് നോക്കി, പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. കണ്ടോ, ചെറിയ ചെറിയ കീ ചെയിൻ പോലത്തെയൊക്കെ സാധനം. പിന്നെ ഈ അപ്പച്ചനും ഒരമ്മച്ചി ഇരിക്കുന്നുണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കണ്ണാടി വെച്ചിട്ട്, ഒരു ലെൻസ് വെച്ചിട്ട്, നമ്മൾ ഈ പ്ലാനറ്റോറിയത്തിലൊക്കെ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 3D ആയിട്ടൊക്കെ കാണത്തില്ലേ, ആ ഒരു സംഭവമാണ്. അവരെവിടെ ഇരുന്ന് കുലുങ്ങുന്നു, അവർക്ക് അത് ഫീൽ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു അത്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി, ഒന്നിലും കയറാൻ പറ്റിയില്ലല്ലോ, എല്ലായിടത്തും കയറി ഇങ്ങനെ ഇറങ്ങി ഇങ്ങ് പോരുന്നു. അപ്പോഴത്തേക്കും മഴ പെയ്തതിൻ്റെയാണ് ഈ ആകാശമൊക്കെ ഈ ഒരു ഇതിലിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആൾക്കാരെല്ലാം വന്ന് കണ്ട് തിരിച്ചു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ തിരക്കില്ലാത്തത്. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇത് അവരെന്തോ ഫോട്ടോ എടുത്തിട്ട് ചിരിച്ച് എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങളിത് ഇങ്ങോട്ടാണ് കയറിയത്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗെയിംസ്, ഒരു റൂമിനകത്ത് തന്നെ പല ഗെയിം. പ്രധാനമായിട്ടും ബോളിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഗെയിമാണുള്ളത്. അപ്പം പീക്ക് ടൈമൊക്കെ അല്ലെങ്കിൽ സീസൺ ടൈം വരുമ്പം, ഇത് ടിക്കറ്റ് എടുത്തൊന്നും അല്ല നമ്മൾ വരുന്നത്, പ്രീ ബുക്ക് ചെയ്യൊന്നും വേണ്ട, വരുമ്പം നമ്മൾ ടിക്കറ്റ് എടുക്കും, അങ്ങനെ സംഭവം. അപ്പോൾ പീക്ക് ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അവിടെ തന്നെ വേറെയും ഗെയിംസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് പറയുന്ന പേര് തന്നെ ഗെയിംസ് റൂം എന്നാണ്. അപ്പോൾ ഈ ഗെയിംസ് റൂം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ബോളിങ് മാത്രമല്ല, പല ഗെയിംസ് ഉണ്ട്. ഇപ്പം അമേരിക്കൻ പൂൾ ടേബിളുണ്ട്, എയർ ഹോക്കി ടേബിളുണ്ട്, പിന്നെ കുട്ടികൾ കളിക്കുന്ന ഓൺലൈൻ മറ്റേ കാറൊക്കെ ഓടിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ പൂൾ ടേബിൾ എന്നൊക്കെ പറയുന്നത് കോയിൻ ഓപ്പറേറ്റഡാണ്. നമ്മൾ കോയിൻ ഇടുന്നു, കളിക്കുന്നു. അവിടെ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്നുള്ളൊരു രീതിയാണ്. ആദ്യം വരുന്നവർക്ക് ആദ്യം കോയിൻ ഇട്ട് കളിക്കാം, അങ്ങനത്തെ ഒരു സംഭവം. അപ്പം മൊത്തത്തിൽ ഒരു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റും ഇവിടെ. ഇപ്പം ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രീ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ദിവസം അങ്ങനെ പ്രത്യേക പാക്കേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ട് ആ ഒരു ദിവസം നമുക്ക് അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ കഫേ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് വേണമെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. അടിപൊളി സീ വ്യൂ ഉണ്ട്. അപ്പോൾ ഈ സീയൊക്കെ കണ്ട് ബീച്ചൊക്കെ കണ്ടിരുന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ബീച്ച് കാണാനാണ് മെയിനായിട്ട് വന്നെങ്കിലും ബീച്ചിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. പക്ഷേ നമുക്ക് ആ സൈഡിലുള്ള ബീച്ചിൻ്റെ സൈഡിലുള്ളത് തന്നെ കുറേ കാണാനുണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ കണ്ടിങ്ങനെ നടന്നു. അവസാനം ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല.
പക്ഷെ ഇങ്ങനെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് സമയം തീരാറായി. നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ കാറിനകത്താണ് ഫുഡ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും നടന്നു വന്നത് തിരിച്ച് നടക്കണമല്ലോ. അപ്പം തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് വെറുതെ ആ ടൗൺ സെൻറ്ററൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ തൊട്ടടുത്തൊരു ചെറിയ പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ ഈ പാർക്ക് ഉണ്ടോ, തലകുത്തി നിൽക്കുന്ന വീട്. അപ്പോൾ ഇതിനകത്തൊക്കെ കയറിയാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മളും തലകുത്തി നിൽക്കുന്ന പോലെയുള്ള ഫോട്ടോയൊക്കെ കിട്ടും. അതിവിടെ മാത്രമല്ല, ഞങ്ങൾ മിൽട്ടൺ കെയ്ൻസിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു കൂടുതലും ഫോക്കസ് ചെയ്യുന്ന കിഡ്സിന് വേണ്ടിയിട്ടാണ്. കുറേ മോട്ടർ വെച്ചിട്ടുള്ള മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വന്ന് കുറേ പേര് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് ചെറിയ ചെറിയ കുട്ടികളുടെ റൈഡൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞങ്ങൾ വെറുതെ ഒന്ന് കാണാൻ വന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. കാരണം അവിടെ വലിയ ഇതായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് യർമത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ അവിടെ കുറേ റൈഡുകളുണ്ട്, കുട്ടികൾക്കുള്ള റൈഡുകളാണ്. പിന്നെ ആ കാണുന്നത് മുതലയാണെന്ന് തോന്നും. മുതല അത് മോട്ടർ വെച്ച് നമ്മൾ കാണുമ്പോൾ ജീവനുള്ളതാണെന്ന് തോന്നും. പക്ഷെ അത് മോട്ടർ വെച്ച് വാ തുറക്കുകയും പിന്നെ വാലനക്കുകയൊക്കെ ചെയ്യുന്നൊരു അടിപൊളി സംഭവമായിരുന്നു. ജുറാസിക് ഗാർഡൻ. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവിടെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് നടന്നു. അപ്പം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ടൗൺ സെൻറ്റർ, ഞങ്ങൾക്ക് 3 മണിക്കൂർ അവിടെ വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ടൗൺ സെൻറ്റർ കാണാൻ പോയായിരുന്നു. രാത്രിയിൽ ഫുൾ ടൗൺ സെൻറ്റർ ഞങ്ങൾ നടന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. അത് ഞാൻ വേറൊരു ദിവസം ഇടാം. ഇത് തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ആ ഒരു വീഡിയോയും കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വീഡിയോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഞങ്ങൾ തിരിച്ച് വന്ന പോലെ തന്നെ തിരിച്ച് നടന്നു. അത്രയും ദൂരം തന്നെ തിരിച്ച് നടന്നിട്ട് വണ്ടിയിൽ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കുറച്ച് ഞങ്ങളും ഉണ്ടാക്കി, കുറച്ച് അവരും ഉണ്ടാക്കി. അങ്ങനെ ഫുഡൊക്കെ അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വണ്ടിയിരുന്ന് കഴിച്ച് നല്ല മഴയും മഴയത്തെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. ഞാൻ യു കെയിൽ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദിവസം ഒന്നായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി രാത്രിയായി. കാരണം ഞങ്ങൾ രാത്രിയിൽ ടൗൺ സെൻറ്ററും എല്ലാം കറങ്ങി കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ. അപ്പോൾ ബാക്കി ക്ലിപ്സ് കൂടെ നിങ്ങൾ കണ്ടിട്ടോ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ബീട്രൂട്ട് തോരൻ കിട്ടിയ ചേട്ടായിക്ക്? ബീട്രൂട്ട് തോരൻ കിട്ടിയെന്ന് ചേട്ടായിക്ക്? എല്ലാം കൂടി തീയല്, തോരൻ, അച്ചാറ്, വൻപയർ, ചമ്മന്തി, ചിക്കൻ ചമ്മന്തി, ചിക്കൻ തോരൻ, ചിക്കൻ അച്ചാറിനകത്തുണ്ട്, സൈഡിലുണ്ട്, എല്ലാം അറിയാനായിട്ട് വെച്ചിട്ടുണ്ടോ? മറ്റേ മാങ്ങ നമ്മൾ പോകുന്ന സീമാട്ട് നമ്മളെപ്പോഴും വാങ്ങാറുള്ള മാങ്ങ എപ്പോഴും